കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. പ്രിയമുള്ളവരെ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ് പറയാ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. യേശുവിൻ്റെ വചനം പ്രമാണിക്കുക, തിരുവചനം പ്രമാണിക്കുക എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അത് ഒരു കൽപ്പനയായതുകൊണ്ടല്ല, പകരം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഞാൻ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രമാണിക്കാൻ നമുക്ക് മറ്റ് പരപ്രേരണയൊന്നും വേണ്ട. നമ്മളെ ആരും നിർബന്ധിക്കണ്ട. നമ്മൾ ആരും ഭയപ്പെട്ടല്ല, ദൈവത്തെ പോലും നമ്മൾ ഭയപ്പെട്ടല്ല ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നത്. കാരണം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവവചനം പ്രമാണിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ഇപ്പോൾ അവിടെ പറയാം, അങ്ങനെ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നവനെ പിതാവായ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രിയമുള്ള, ദൈവം എന്നെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം സക്സസ് ആയി, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മുടെ വഴികൾ തുറന്നു വരും, നമുക്ക് വേണ്ടി എല്ലാ നന്മകളും നമുക്ക് അനുഭവിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കേണ്ടതായിത്തീർന്നത്. കർത്താവ് പറയാ, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കൂടെ വാസം ചെയ്യും. ആരാണോ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത്, ആരാണോ കർത്താവിനെ സ്നേഹിക്കുന്നത്, ആ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് യേശു കർത്താവ് പറയാ, ഞാനും എൻ്റെ പിതാവും വരും, ഞങ്ങൾ ഒരുമിച്ച് വന്ന് അവൻ്റെ കൂടെ വാസം ചെയ്യും. യേശുവിന് സ്വർഗത്തിൽ വസിക്കുന്നതിനേക്കാൾ ഇഷ്ടം ദൈവവചനം അനുസരിക്കുന്നവരുടെ കൂടെ വസിക്കാനാ, അവരുടെ ഹൃദയങ്ങളിൽ വസിക്കാനാ, അവരുടെ ഭവനത്തിൽ വസിക്കാനാ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ യേശുവിനെ നമ്മൾ അനുസരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ബഹുമാനിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ, യേശു കർത്താവ് പറയാ, ഞങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് വരും. യേശു സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് നമ്മുടെ കൂടെ വസിക്കാൻ ഒത്തിരി കൊതിയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയമുള്ളവരെ, നമുക്ക് ആ യേശുവിൻ്റെ വചനം പ്രമാണിക്കാം. യേശുവിൻ്റെ വചനം പ്രമാണിച്ച് യേശുവിന് മക്കളായി ജീവിക്കാൻ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന്, സ്വർഗം മുഴുവൻ അവരുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വീട്ടിൽ വസിക്കും. അങ്ങനെ വീട്ടിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ സൗഖ്യങ്ങൾ, സമാധാനങ്ങൾ, ആരോഗ്യം ഒക്കെ അവിടുത്തെ നിരന്തരം അനുഭവിക്കാനിടയായിത്തീരും. അതിനായി നമ്മുടെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകലും ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ കർത്താവിൻ്റെ വചനം പ്രമാണിച്ച്, കർത്താവെ അവിടുത്തെ സ്നേഹം അനുഭവിച്ച് അങ്ങയുടെ കൂടെ വസിക്കാൻ കർത്താവ് ഇന്ന് പകലും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും യേശുവിൻ്റെ ആഗ്രഹം നമ്മുടെ കൂടെ വസിക്കണമെന്ന നമുക്ക് കർത്താവിൻ്റെ വചനം പ്രമാണിക്കാം. യേശുവിൻ്റെ കൂടെ വളരെ നല്ല ഒരു ജീവിതം ഇന്ന് പകലും കർത്താവ് നമുക്ക് ധാരാളമായി തരട്ടെ.